തൂക്കുപാലം മാത്രമല്ല, കർക്കിടകവാവിന് ബലിയിടാനുള്ള ശിവക്ഷേത്രത്തിന് സമീപം പണിത കൽപ്പടവും അഴിമതിയാണ് എന്നാണ് ആരോപണം. അതിനുള്ള തെളിവുകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം അല്ല നടന്നിട്ടുള്ളത്. മാത്രമല്ല, ഇത്രയും തിരക്കുള്ള ഒരു ഉത്സവം, ദീപാവലി വാവ് ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ പാലത്തിലൂടെ 200-300 പേരൊക്കെയാണ് ഒരേ സമയം കടന്നു പോകുന്നത്. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്. പിന്നെ മാത്രമല്ല, 5 കോടി രൂപന്റെ പ്രൊജക്റ്റാണത്. അതിൽ തന്നെ അത് വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഇപ്പോ ഇന്നലെ MLA-യും MP-യും ഉൾപ്പെടെ സ്ഥാനം സന്ദർശിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് പോയെങ്കിലും മന്ത്രി ഉൾപ്പെടെ വന്നില്ല, അദ്ദേഹം വന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. അപ്പൊ കൈവരി പൊട്ടിപ്പോയത് ഒന്ന് വെല്ല് ചെയ്യാൻ പോലും വേണ്ട മുൻകരുതൽ ഒന്നും ചെയ്യാതെയാണ് ഉദ്ഘാടനം ചെയ്ത് പഠിക്കുന്നത്. നാളെ ഇതിന് വരുന്ന ഇത്രയും ജനങ്ങൾ വരുന്ന സ്ഥലമാണ്. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ ഒരുപാട് ജനങ്ങൾ ഉത്സവത്തിനായിട്ട് അവിടെ എത്തുന്ന സമയം. അപ്പോഴാണ് യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഉദ്ഘാടനം നടത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഈ ഒരു കൽപ്പടവ് പണി നടന്നിട്ടുണ്ട്. അതായത് ദീപാവലി വാവ്, കർക്കിടക വാവ് ബലിയിടുന്നതിനായിട്ട് കൽപ്പടവ് കെട്ടിയിട്ടുള്ളതാണ്. വെറുതെ കാലുകൊണ്ട് തട്ടിയാൽ പോലും കൈകൊണ്ടോ തട്ടിയാൽ പോലും ആ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള കരിങ്കല്ല് കെട്ടിലെ സിമെന്റ് പോയിന്റ് ചെയ്ത് അടർന്ന് വരുന്ന രീതിയിലാണ്. അതും നല്ല രീതിയിലുള്ള പണിയല്ല നടന്നിട്ടുണ്ട്. അത് സ്ഥലം സന്ദർശിച്ച് വിശദമായി നോക്കുന്നതാണെങ്കിൽ അത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതിന്റെ വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ. കൈ കൊണ്ട് മാന്തിയാൽ വരും. അത് കുറച്ച് നേരത്തെ എടുത്തു വെച്ചാണ്. പിന്നെ ആ സ്റ്റെപ്പിന്റെ കാര്യം പറഞ്ഞാൽ 10 അടി താഴ്ച മേലെയുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾക്ക് കുളിക്കാൻ ഇറങ്ങണമെങ്കിൽ. അതുപോലും അവര് പൂർത്തിയാക്കാണ്ടാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ അഴിമതിയാണ് ഇപ്പോഴത്തെ സർക്കാരും നമ്മുടെ MLA പ്രസിഡന്റ് KD പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിട്ട് പോയ ആ സ്റ്റെപ്പ് നോക്കിയിട്ട് പോലുമില്ല. അവിടെ നമ്മളൊന്ന് കുളിക്കാൻ ഇറങ്ങണമെങ്കിൽ അവർ പണി കഴിഞ്ഞ് പോയ ആ കൽപ്പടിയിൽ ഒന്ന് കുളിക്കാൻ ഇറങ്ങണമെങ്കിൽ 10 അടി താഴ്ച മേലെയാണ് നമുക്ക് ഇറങ്ങണമെങ്കിൽ. ഇതും അവര് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇപ്പോ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിന്റെ സമീപം പുഴയിലേക്ക് ഇറങ്ങുന്ന കൽപ്പടവിൽ കെട്ടിയിട്ടുണ്ട്. പുതിയ കൽപ്പടവ് പണിതിന്റെ അവസ്ഥയാണത്. പദ്ധതി വരുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ അത് നല്ല രീതിയിൽ നടക്കണമെന്നും കൂടി പരിശോധിച്ച് അറിയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഇത് പണിത് കഴിഞ്ഞ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലാണ്. കൈകൊണ്ടോ കാലുകൊണ്ടോ തട്ടുമ്പോഴേക്ക് തന്നെ കോൺക്രീറ്റ് പൊടിഞ്ഞു വരുന്ന അവസ്ഥയിലാണ് കാണുന്നത്.